എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുണ, കമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽസ് ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസും അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് മൈൻഡ് ട്രസ്റ്റും എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് സോ അഡ്വക്കേസി എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ഒരു പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നത്. ആക്ച്വലി ഇത്തരം ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഒരു എംപവർമെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ എന്തൊക്കെയാണ് അവർക്കുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കേണ്ടത് എന്ന് പലർക്ക് വ്യക്തമായ ധാരണയില്ലാത്ത അവസ്ഥയാണ്. അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് അവർക്ക് കിട്ടേണ്ട പദ്ധതികളും ആനുകൂല്യങ്ങളും എന്തൊക്കെ, ഇതെല്ലാം നേടിയെടുക്കേണ്ടത് ഏതെല്ലാം അവസരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകുന്നതിനാണ് ഈ ഒരു പാനൽ ഡിസ്കഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഈ പാനൽ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായും എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായി ഞാൻ മൈൻഡിന്റെ ചെയർമാനായിട്ടുള്ള കൃഷ്ണകുമാരേട്ടനെ ക്ഷണിക്കുന്നു. വെൽക്കം കൃഷ്ണേട്ട. Thank you, Aruna. Thanks for the good introduction. Okay. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഞാനൊരു നല്ലൊരു നമസ്കാരം തരികയാണ്. എൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ പാനലിസ്റ്റുകളും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും ആദ്യം തന്നെ എൻ്റെ നമസ്കാരം. ഇപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് എല്ലാ നിയമങ്ങൾ കുറവില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ നിയമങ്ങൾ ചിലത് മാത്രം എൻഫോഴ്സ് ചെയ്യുകയും ചിലത് എൻഫോഴ്സ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അന്നേരം പലപ്പോഴും ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് അവരുടെ അവകാശങ്ങളും അവരുടെ പ്രശ്നങ്ങളും, അന്നേരം ആ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തൊക്കെയാണ് സൊല്യൂഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ ഇടയിൽ വളരെയധികം അറിവില്ലായ്മയുണ്ട്. അന്നേരം ആ ഗ്യാപ്പുകൾ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം, ഡിസബിലിറ്റി സെക്ടറിലുള്ള നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെ, നമുക്ക് എന്തൊക്കെ പ്രതിവിധികളാണ് പ്രശ്നങ്ങൾക്കുള്ളത്, പിന്നെയുള്ളത് നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ പ്രശ്നങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒരു അനീതി ഉണ്ടായാൽ എങ്ങനെ നമുക്ക് അതിനെ ലീഗലി നമുക്ക് നേരിടാം, അങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് നമ്മുടെ രാജ്യം വളരെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ പരിധിയിലുള്ളത്, അന്നേരം അങ്ങനത്തെ ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ കുട്ടികളിൽ ഇപ്പോൾ ഡിസബിലിറ്റി സെക്ടറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ് കുഞ്ഞുകുട്ടികൾ. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലാണ് മസ്കുലർ ഡിസ്ട്രോഫി, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. അന്നേരം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അന്നേരം ഇതിനുള്ള ഒരു പ്രതിവിധികൾ എന്തൊക്കെ, അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പാനൽ ഡിസ്കഷനിലൂടെ വളരെയധികം അറിവുകൾ നമുക്ക് നേടാനായിട്ട് കഴിയും. നമുക്ക് വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള പാനലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അന്നേരം ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് CRC കാലിക്കറ്റും മൈൻഡ് ട്രസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. CRCയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 മുതൽ കേരളത്തിലെ ഡിസബിലിറ്റി സെക്ടറിൽ ഈവൻ CRC ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. CRC പല മൈൻഡ് ട്രസ്റ്റ് പോലത്തെ പല പ്രതിബദ്ധതയുള്ള ട്രസ്റ്റുകളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഡിസബിലിറ്റി സെക്ടറിൽ അവർക്ക് എന്തൊക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്തുത്യർഹമായ ഒരു സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൈൻഡ് ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 രൂപീകൃതമായ ഒരു ട്രസ്റ്റാണ് മൈൻഡ് ട്രസ്റ്റ്. അന്നേരം ഈ ട്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് ന്യൂറോ മസ്കുലർ ഡിസീസസ് ആയ സ്പൈനൽ മസ്കുലർ അട്രോഫിയും മസ്കുലർ ഡിസ്ട്രോഫിയും ബാധിച്ച ആളുകളാണ്. അന്നേരം ആ ആളുകളുടെ ഒരു പേഷ്യൻസ് അഡ്വക്കസി ഗ്രൂപ്പാണ്. അന്നേരം ഇതിൻ്റെ മെമ്പേഴ്സും ഇതിൻ്റെ ഗുണഭോക്താക്കളും എല്ലാം തന്നെ മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ഈ ഡിസോർഡറിൽ ഒരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അന്നേരം അവരുടെ പ്രശ്നങ്ങൾ, കാരണം ഞങ്ങൾ വളരും തോറും ഞങ്ങളുടെ ഡിസബിലിറ്റി കൂടി വരുന്ന ഒരവസ്ഥയാണ്. ഒരു സാധാരണ
ഒരു ഡിസബിലിറ്റിയെക്കാട്ടിലും വളരെയധികം സിവിയറിറ്റിയാണ്. ഇപ്പോൾ കാലം ചെല്ലുന്തോറും എനിക്ക് 10 വയസ്സുള്ളപ്പോഴുള്ള അവസ്ഥയല്ല 20 വയസ്സിൽ. അന്നേരം ഓരോ ദിവസം ചെല്ലുന്തോറും ഞങ്ങളുടെ ഡിസീസും കൂടി വരികയാണ്. ഡിസീസ് ഒരു പൊതുശത്രുവിനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആളുകളാണ്. അന്നേരം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒത്തിരിയധികം പ്രോബ്ലംസ് ഉണ്ട്. അന്നേരം മൈൻഡ് ട്രസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫിയിലുള്ള അവയർനെസ്, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, പിന്നെ അവർക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റ്, അവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ നൽകുക, പിന്നെ അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ തുടങ്ങുക. അന്നേരം ഈ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ മൈൻഡ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ലൈഫ് ടൈം ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരിടം എന്നൊരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്ന അവസ്ഥയിലാണ്. അന്നേരം ഈ സമയത്താണ് CRCയുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുമിച്ചൊരു കൂട്ടായ ഒരു പാനൽ ഡിസ്കഷൻ ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കാനിടയായത്. പിന്നെ മൈൻഡ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ മെഡിക്കൽ റിസർച്ച്, എങ്ങനെ മസ്കുലർ ഡിസ്ട്രോഫിക്കും സ്പൈനൽ മസ്കുലർ അട്രോഫിക്കുമുള്ള മെഡിസിൻ ഇന്ത്യയിൽ എത്തിക്കാം, അതിന് വേണ്ടിയിട്ട് സമാന ചിന്താഗതിക്കായ ഓർഗനൈസേഷനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് മസ്കുലർ ഈ ഏരിയയിൽ ഞങ്ങൾ വളരെയധികം സപ്പോർട്ടുകൾ, പ്രത്യേകിച്ചും അവയർനെസ്, പിന്നെ ഇവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഒരു അവരുടെ മൊത്തത്തിലൊരു പേഷ്യൻസ് അഡ്വക്കസി ഗ്രൂപ്പായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അന്നേരം ഇപ്പം തന്നെ ഞാനൊരു IT പ്രൊഫഷണലാണ്. അന്നേരം പല ഓഫീസുകളിലും എനിക്ക് ഒരു ലിമിറ്റഡ് മൊബിലിറ്റി ഉണ്ട്, ഞാൻ നടന്നു പോകും. അന്നേരം പലപ്പോഴും നമ്മുടെ ഓഫീസുകളിലൊക്കെ റാമ്പ് സൗകര്യവും ഒക്കെ പേരിന് നെയിം സേക്കിനുണ്ട്. പക്ഷേ പലപ്പോഴും നോക്കുമ്പോൾ ആ റാമ്പിലേക്ക് കയറാൻ പറ്റില്ല. അത് കയറാനായിട്ട് വേണമെങ്കിൽ പലതും റെസ്ട്രിക്ഷൻ ഉണ്ട്. ചിലപ്പോൾ വേസ്റ്റ് ഒക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അന്നേരം അത് ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ കാണാം, ഈവൻ പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലും എല്ലാം കാണാം. അതായത് ഒരു നെയിം സേക്കിന് ഇതെല്ലാം ഒരു റാമ്പ് എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ അതൊന്നും എൻഫോഴ്സ് ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസ്കഷനുകൾ കൂടുതൽ ഫലപ്രദമാകുന്നത്. ഇനി ഞാൻ എൻ്റെ പ്രധാന കർത്തവ്യമായിട്ടുള്ള നമ്മുടെ പാനലിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന കർത്തവ്യമാണ്. നമ്മുടെ കൂടെ പാനലിസ്റ്റ് നമുക്ക് 5 പാനലിസ്റ്റാണുള്ളത്. നമ്മുടെ എല്ലാം സുപരിചിതനായ ബഹുമാനപ്പെട്ട ശ്രീ പഞ്ചാബകേശൻ സാർ, ഹോണറബിൾ കേരള സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഈ ചടങ്ങിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ശ്രീ ബൈജുനാഥ് സാർ, ഹോണറബിൾ മെമ്പർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് കേരള, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ നിസാർ അഹമ്മദ് ഖേറ്റി, ഹോണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ്, അദ്ദേഹം മെമ്പർ സെക്രട്ടറി കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ RL ബൈജു, ഹോണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് കണ്ണൂർ, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 5-മതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നസീർ ചാലിയം, ഹോണറബിൾ മെമ്പർ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ കേരള, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഞാൻ പ്രത്യേകമായിട്ട് ഒരു സ്വാഗതം പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു കംപ്ലീറ്റ് മൈൻഡിനെയും CRCയും എല്ലാം കണക്ട് ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഗോപരാജ് സാർ, റീഹാബിലിറ്റേഷൻ ഓഫീസർ CRC കേരള, അദ്ദേഹത്തെയും ഇതിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയിപ്പോൾ നമുക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എക്സ്പേർട്ട് പാനലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് വളരെ നല്ല സജഷൻസും നിർദ്ദേശൻസും, എങ്ങനെ കാര്യങ്ങളെ നമുക്ക് നേരിൽ കാണുകയും അതിനെന്ത് സൊല്യൂഷൻസ് ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അന്നേരം ഈ പ്രോഗ്രാമിൻ്റെ ഇനിയും മുന്നോട്ടുള്ള നടത്തിപ്പിനായിട്ട് നമ്മുടെ CRCയുടെ ഡയറക്ടറും ആയ ഡോക്ടർ റോഷൻ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Over to Roshan sir. Thank you very much. Thank you, കൃഷ്ണകുമാർ. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്നോളം ലഭ്യമായിട്ടുള്ള ഒരു പാനലുകളിൽ വെച്ചിട്ട് ഇത്രയധികം എൻറിച്ച്ഡ് ആയിട്ടുള്ള, ഇത്രയധികം
ഒതന്റിക് ആയ ഒരു പാനൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തുചേരുന്നത് എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭം തന്നെയാണ്. കാരണം നമ്മുടെ പാനലിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബഹുമാന്യനായ SH പഞ്ചാബകേശൻ സർ, അതുപോലെ തന്നെ ഓണറബിൾ മെമ്പർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേരള ബഹുമാന്യനായ ബൈജുനാഥ് സർ, അതുപോലെ തന്നെ ഓണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് ആസ് വെൽ as ദി മെമ്പർ സെക്രട്ടറി ഓഫ് ദ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ബഹുമാന്യനായ നിസാർ അഹമ്മദ് സർ, ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി RL ബൈജു സർ, അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് നസീർ ചാലിയം അവർകൾ. അപ്പൊ ഇത്രയും ഇന്ന് നമ്മുടെ രാജ്യത്ത് നാട്ടിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ജുഡീഷ്യൽ ബോഡിയുടെ ഏറ്റവും ആധികാരികപ്പെട്ട ആളുകളാണ് നമുക്ക് വേണ്ടി ഇന്ന് നേരിട്ട് ഇവിടെ സംവദിക്കാൻ വരുന്നത് എന്നുള്ളത് ഒരു അപൂർവത തന്നെയാണ്. മാത്രമല്ല അത് ഈ ഒരു സെക്ടറിന് നൽകുന്ന ഊർജം വളരെ വലുതുമാണ്. കാരണം എത്രമാത്രം ഇത്തരം മഹത് വ്യക്തിത്വങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെൻസിറ്റീവായിട്ട് നമ്മളോടൊപ്പം ഇന്ററാക്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അത് കൂടാതെ തന്നെ നമുക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് ശ്രീ ജോസഫ് റിബല്ലോ അവർകളുണ്ട്, സാമൂഹ്യനീതി വകുപ്പിന്റെ കോഴിക്കോട് സീനിയർ സൂപ്രണ്ടാണ്. കാരണം നമ്മൾ ഈ തുടർന്നുള്ള ചർച്ചയിൽ അദ്ദേഹത്തിന്റെയും ഒരു ഇൻപുട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. ആൻഡ് ഓൾസോ വി ഹാവ് പ്രഗതി മാം in charge of the National Institute of C4. She has also joined our meeting. So a lot of people are there with us. അത് കൂടാതെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല ഇതിന്റെയൊക്കെ വീഡിയോ റെക്കോർഡിംഗ് തുടർന്ന്. അപ്പൊ ഈ നടക്കുന്ന ഒരു ചർച്ച ഇപ്പൊ വീക്ഷിക്കുന്ന ആളുകൾ കൂടാതെ ഒരുപാട് ആളുകളിലേക്ക് ഇനി എത്താനിരിക്കുന്ന ഒരു സംവിധാനം കൂടിയായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്, CRC മൈൻഡും കൂടെ ചേർന്ന്. അപ്പൊ ഈ ഏറ്റവും ആദരണീയരായ ഏറ്റവും മഹത് വ്യക്തിത്വങ്ങളെ വളരെ ആദരപൂർവ്വം ഒരിക്കൽ കൂടി CRCയുടെ പേരിലും മൈൻഡിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുക കൂടി ചെയ്യാണ്. അപ്പൊ നമ്മളിതിന്റെ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കുറെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ബൈജു സാറ് ആസ് യൂഷ്വൽ ഞങ്ങളുടെ CRCയുടെ ഒരു ഗോഡ് ഫാദറും ഒരുപാട് അതിനകത്ത് ഇൻപുട്ട് തന്നു. പല വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നതിലൊക്കെ സാറാണ് നമുക്ക് തന്നത്. അപ്പം നമ്മൾ കരുതിയത് നേരത്തെ തന്നെ ചോദ്യങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിച്ച ചോദ്യങ്ങൾ ക്രോഡീകരിച്ചിട്ട് ആ ചോദ്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ബഹുമാന്യരായ പാനൽ മെമ്പേഴ്സിന് അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊക്കെ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ രീതിയിലാണ്. അപ്പം മൈൻഡിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്ന ചോദ്യങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല പഞ്ചാബകേശൻ സർ എല്ലാവരും വളരെ തിരക്കുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പം കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുള്ളത് പൊതു സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഏറ്റവും ആദരണീയനായ പാനൽ മെമ്പേഴ്സ് അതിനുള്ള ഇൻപുട്സ് തരികയാണെങ്കിൽ ഇത് വളരെ ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിട്ട് മാറും. അപ്പോൾ ഒന്ന്, ഇപ്പം എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്കീംസ് ആൻഡ് പ്രോജക്ട്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മെഡിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറെ ചോദ്യങ്ങളുണ്ട്. ലീഗൽ ജുഡീഷ്യൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചുണ്ട്. ആക്സസിബിലിറ്റിയെ കുറിച്ചുണ്ട്. ഓഫ് കോഴ്സ് ഹ്യൂമൻ റൈറ്റ്സ് RPWD ആക്ടിനെ കുറിച്ചൊക്കെ. അപ്പം അത്തരത്തിലുള്ള പൊതു ചോദ്യങ്ങളൊന്ന് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അതിലേക്ക് വിളിച്ചെത്തിക്കുകയാണെങ്കിൽ ഇൻപുട്സ് നൽകുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം ഒന്ന് വളരെ ബേസിക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന എന്താണ് ഓവർവ്യൂ റിഗാർഡിംഗ് ലീഗൽ റൈറ്റ്സ് അവൈലബിൾ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആസ് പെർ RPWD ആക്ട് 2016 ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ്. അതാണ് ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. സമാനമായി തന്നെ വന്നിട്ടുള്ള മറ്റു കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് പല ആനുകൂല്യങ്ങളും അനുവദിക്കുന്നുണ്ടെങ്കിലും അവ ലഭിക്കാൻ വൈകുന്ന സാഹചര്യമുണ്ട്. അത് സ്വയം തൊഴിലിനെ അപേക്ഷിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. അതുപോലെ ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ ജനങ്ങളിൽ നിന്ന് നേരിടുന്ന പലതരം പ്രശ്നങ്ങൾക്കും നിരന്തര ബോധവൽക്കരണം ആവശ്യമില്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുപോലെ ഗുരുതര രോഗികൾക്ക് ഡിസബിലിറ്റി പെൻഷന് പുറമെ ചികിത്സയ്ക്കായി മാസം തോറും ധനസഹായം എന്ന നിലയ്ക്ക് മരുന്ന് വാങ്ങാൻ നൽകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന ചോദ്യമുണ്ട്. അതുപോലെ ഹൗ ടു ഹാൻഡിൽ ഹറാസ്മെന്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. വാട്ട് ആർ ദ ലീഗൽ പ്രൊവിഷൻസ് അവൈലബിൾ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഡിഫറently abled. Many cases partners are requesting divorce quoting physical disability of other partner. In this case, any legal protection available for the differently abled. How to protect persons with disabilities who are working in government department in their transfer policies were forced to be for transfer to other cities or districts who are physically challenged. അതുപോലെ മസ്കുലർ ഡിസ്ട്രോഫി അട്രോഫി ബാധിതർക്ക് ഗവൺമെന്റ് റയർ ഡിസീസ് പോളിസി ഉപകാരപ്രദമാകുമോ? അതുപോലെ തന്നെ ഇത്തരക്കാർക്കെതിരെ നടക്കുന്ന മോശമായ അനുഭവങ്ങൾക്കെതിരെ, അതിപ്പോൾ പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുന്ന തെറ്റുകൾക്കെതിരെ
എവിടെയാണ് പരാതി നൽകേണ്ടത്? മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ഒരു ഭിന്നശേഷിക്കാരന്റെ കടയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞു. ആ വ്യക്തി മരിച്ച വിവരം നാം അറിഞ്ഞു. തിരിച്ചൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന ബോധമുള്ളത് കൊണ്ടാവാം ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പിനിടയിൽ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് എതിർകക്ഷി മരണപ്പെട്ടാൽ ഭിന്നശേഷിക്കാരായ വ്യക്തിക്ക് നിയമപരമായ പരിരക്ഷ കിട്ടുമോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു റൈറ്റ്സ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് പഞ്ചാബ് എസ് സാറും വൈദ്യനാഥ് സാറും എല്ലാവരും 5 പേരുടെയും ഒരു ഇൻപുട്സ് ആ കാര്യങ്ങളിൽ സദയം ക്ഷണിക്കുകയാണ്. പഞ്ചാബ് സാർ ഒന്ന് തുടങ്ങി വെക്കുന്നെങ്കിൽ മറ്റു ബഹുമാന്യരായ അതില് ഡിസബിലിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചു നോക്കി. അതിനകത്ത് ആദ്യമേ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്മീഷണറേറ്റിന്റെ പരിധിയിൽ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതിൽ കുറച്ചേ ഉള്ളൂ. ഈ സ്കീംസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നടപ്പാക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ വികലാംഗക്ഷേമ കോർപ്പറേഷനും പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമാണ് സ്കീംസ് നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത് ഇവരുടെ റൈറ്റ്സിനെ എവിടെയാണോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെടുന്നത് ആ സാഹചര്യത്തിലാണ് കമ്മീഷണറേറ്റ് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്നത്. കമ്മീഷണറേറ്റിന്റെ പ്രധാനപ്പെട്ട അത് ഇംപോസ് ചെയ്യിക്കുക, റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള മേഖല മാത്രമേ ഉള്ളൂ. എങ്കിലും ഇവിടെ ഇപ്പോ വിദ്യാഭ്യാസത്തെ പറ്റി ഫസ്റ്റ് പ്രശ്നം ഞാൻ എടുത്തേക്കുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഇത്തരക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം തരത്തിലുള്ള സംവരണമാണ് നിലവിലുള്ളത്, ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ സാമ്പത്തികമായി ഗവൺമെന്റ് നൽകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അതിനകത്ത് ഇപ്പൊ നമുക്കിപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് എല്ലാവർക്കും വിദ്യാഭ്യാസം അവകാശമാണ് കുട്ടികൾക്ക്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം 2009 റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് നമുക്കുണ്ട്. പക്ഷേ ഭിന്നശേഷി നിയമത്തിലെ 31ാമത്തെ സെക്ഷനിൽ അത് ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി, ഒരു കുട്ടി ഒരു കാരണവശാലും തുല്യതയ്ക്കുള്ള അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു പ്രൊവിഷനാണ് വെച്ചേക്കുന്നത്. അവിടെ 18 വയസ്സ് വരെയുള്ള 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതിന് അവകാശമുണ്ടെന്ന് അസന്നിഗ്ധമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഹൈസ്കൂൾ ലെവൽ വരെയുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനിലും ഇത് റൈറ്റ് ആണെന്ന് 32ാമത്തെ സെക്ഷനിൽ അസന്നിഗ്ധമായിട്ട് അത് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ റൈറ്റ് ആണ്. അപ്പോൾ കമ്മീഷണറേറ്റിന്റെ ചുമതല വരുന്നത് ഏതെങ്കിലും സർക്കാർ ഗ്രാന്റ് എയ്ഡ് പറ്റുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ കമ്മീഷണറേറ്റ് തന്നെയാണ് അതിന് റിലീഫ് കൊടുക്കേണ്ട സ്ഥാപനം എന്ന് പറയുന്നത്. അത് എൻഫോഴ്സ് ചെയ്യുന്നത് കമ്മീഷണറേറ്റ് വഴി തന്നെ ചെയ്യാം. അപ്പൊ അതിനകത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല തരത്തിലുള്ളതുണ്ട്. ഗവൺമെന്റ് ഓൺഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഈ അപ് ടു ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അതിന്റെ ചെയ്യുന്നത്. തദ്ദേശീയമായിട്ടുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. സർക്കാർ സ്ഥാപനത്തെക്കാൾ ഏറെ ഉള്ളത് ഗവൺമെന്റ് എയ്ഡുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ പിന്നെ അതിനും പുറമെ ഇപ്പം പറഞ്ഞ ഈ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം അവിടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്കൂളുകൾ അതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അതിനെപ്പറ്റി ആക്ടിനകത്തൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം ആ സ്കൂളുകളിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷൻ അവിടെ അങ്ങ് ഒഴിവാക്കിയിട്ടില്ല. ഈ റിസർവേഷൻ ഈ ആക്ടിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ജനറൽ സ്റ്റാറ്റ്യൂട്ടിനകത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വ്യക്തത ഇനിയും വരേണ്ട കുറെ മേഖലകൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിക്ക് ഇപ്പോ നമുക്കറിയാം, ഇപ്പം സൈനിക് സ്കൂളിൽ ആ കുട്ടിക്ക് ചിലപ്പം പറ്റത്തില്ലായിരിക്കാം. പക്ഷേ നവോദയ സ്കൂൾ പോലുള്ള സ്കൂളുകളിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാവോ എന്ന് എൻ്റെ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പൊ അതിന് സ്ട്രെയിറ്റ് ആയിട്ടൊരു മറുപടി ആക്ടിന്റെ ബേസിൽ കിട്ടാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ ഒക്കെ ഇടപെടൽ ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആക്ട് വെച്ചുകൊണ്ട് നമുക്ക് എൻ്റെ സ്വന്തം നിലയ്ക്ക് അങ്ങനെ മറുപടി വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യാൻ അത് താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്കും അവിടെ ആക്സസിബിലിറ്റി ഉണ്ടാകണം എന്നത് തന്നെയാണ്. പക്ഷെ ഈ ആക്ടിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യം
പറഞ്ഞിട്ടില്ല, പക്ഷെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം കമ്മീഷണറേറ്റിന്റെ വകയായിട്ട് അഡ്വർടൈസ്മെന്റ് ഇപ്പം എല്ലാ ഈ പിന്നെ റേഡിയോകളിൽ FM റേഡിയോ ഉൾപ്പെടെ അല്ലെങ്കിൽ ആകാശവാണി ഉൾപ്പെടെയുള്ള എല്ലാ ഇതിലും കൊടുത്തേക്കാണ്. അവിടെ നമ്മൾ പറയുന്നത് തന്നെ MBBS പോലുള്ള ഉയർന്ന ബിരുദങ്ങൾക്കുള്ള തലങ്ങളിൽ വരെ ഇതിന് ബാധകമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് നമ്മൾ പരസ്യം കൊടുത്തേക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 32 അവിടെ ഉദ്ദേശിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനകത്തുണ്ട്. അപ്പോ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്ക് ചെയ്യുന്നൊരു ആസ്പെക്ട് തന്നെയാണ്. സംവരണം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അതിനകത്ത് എന്തെങ്കിലും 100% ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തു. ഈ വർഷം മുതൽ നമ്മളത് കർശനമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആ കാര്യം നിയമം അനുവദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പം കുട്ടികൾക്ക് ഈ പ്രൈമറി തലത്തിൽ മാത്രമല്ല, ഹയർ സെക്കൻഡറി തലത്തിൽ മാത്രമല്ല, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും 5% സംവരണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ റൈറ്റാണ്. അത് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇവിടെ ചോദിച്ചേക്കുന്നതും അങ്ങനെ തന്നെ. പിന്നെ ഗവൺമെന്റ് സഹായങ്ങൾ എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ ജസ്റ്റിസിന്റെ ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ സ്കീമിനെ പറ്റി എന്നെക്കാട്ടി നന്നായിട്ട് അറിയാം. എന്നാലും ഞാനത് സംഘടിച്ച് നല്ല തിരക്കായിരുന്നു. എന്നാലും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വിദ്യാജ്യോതി പദ്ധതി എന്നൊരു പദ്ധതിയുണ്ട്. വിദ്യാജ്യോതി പദ്ധതി, അതിനകത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവയ്ക്കുള്ള സഹായമാണ് കൊടുക്കുന്നത്. അത് 9ാം ക്ലാസ് മുതൽ PG തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് വരുമാന പരിധിയില്ല. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ആണ് ഇതിനകത്ത് ഗുണഭോക്താക്കളായി വരുന്നത്. BPL വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇത് ഒരുപക്ഷെ സാമൂഹിക നീതി ഓഫീസർക്ക് എന്നെക്കാട്ടി നന്നായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയും. അപ്പം ഇതിനെപ്പറ്റി സംശയമുള്ള വീക്ഷിക്കുന്ന ആൾക്കാരിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ജില്ലാ സാമൂഹിക നീതി ഓഫീസുമായിട്ടാണ് അവർ ബന്ധപ്പെടേണ്ടത്. പിന്നെ വിദ്യാകിരണം പദ്ധതി കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അത് ഭിന്നശേഷിക്കാരെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നടപ്പാക്കിയിരിക്കുന്നത്. അതിനകത്ത് കുട്ടികളെ 4 വിഭാഗമായി തിരിച്ച് ഒരു അധ്യയന വർഷം 10 മാസത്തേക്ക് ധനസഹായം നൽകുന്നതാണ് ഇതിന്റെ സ്കീം. വൈകല്യത്തോത് കൂടുതലുള്ളവർക്ക് മുൻഗണന കൊടുക്കും. 1ാം ക്ലാസ് മുതൽ 5ാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് 300 രൂപ മാസം സഹായം കൊടുക്കുന്നുണ്ട്. 6ാം തരം മുതൽ 10ാം തരം വരെയുള്ള കുട്ടികൾക്ക് മാസം 500 രൂപ കൊടുക്കും. പിന്നെ +1 +2 തത്തുല്യ കോഴ്സുകൾക്ക് 750 രൂപ വീതം മാസം സഹായം കൊടുക്കുന്നതാണ് ഈ സ്കീം. പിന്നെ ഡിഗ്രി, PG, പോളിടെക്നിക്ക് ഉള്ള കുട്ടികൾക്ക് മാസം 1000 രൂപ വീതം കൊടുക്കും. ഇതിന് വരുമാന പരിധിയുണ്ട്. 1 ലക്ഷം രൂപയാണ് വരുമാന പരിധി. വിദ്യാലയ മേധാവി മുഖാന്തരമാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. അത് 1ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ PG കോഴ്സുകൾക്ക് പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതിന്റെ വരുമാന പരിധി പ്രതിവർഷ വരുമാന പരിധി 36,000 രൂപയാണ്. അത് വരുമാന പരിധി വളരെ കുറവാണ്. വിദ്യാലയത്തിന്റെ മേധാവി മുഖാന്തരം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്കാണ് ഇതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോ ഇത് ഒരു സ്കീമാണ്. അതിനകത്തും കാഴ്ച ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു റീഡർ വെച്ച് പഠിക്കുന്നതിനുള്ള ഒരു സ്കീം ഉണ്ട്. അതിന് വിദ്യാർത്ഥിക്ക് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉള്ളവർക്ക് 300 രൂപയും ഈ വായിക്കുന്ന ആളിന് റീഡേഴ്സ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് 200 രൂപയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 500 രൂപയും പിന്നെ റീഡറായിട്ട് വരുന്ന ആളിന് 200 രൂപ സഹായം കൊടുക്കുന്ന പദ്ധതിയും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് +1 +2 കോഴ്സുകൾക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് 750 രൂപ കിട്ടും. അവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവും. അതിന് 1000 രൂപ അനുവദിക്കും. പിന്നെ റീഡേഴ്സ് അലവൻസ് ആയിട്ട് 300 രൂപയും കൊടുക്കും.
ഡിഗ്രി പോളിടെക്നിക് തത്തുല്യ കോഴ്സുകൾക്ക് കുട്ടിക്ക് 1000 രൂപയും ഹോസ്റ്റൽ സൗകര്യത്തിനായി 1500 രൂപയും റീഡേഴ്സ് അലവൻസ് ആയിട്ട് 400 രൂപയും കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. PG കോഴ്സുകൾക്കാണെങ്കിൽ കുട്ടിക്ക് 1000 രൂപയും ഹോസ്റ്റൽ സൗകര്യത്തിനായിട്ട് 1500 രൂപയും റീഡേഴ്സ് അലവൻസ് ആയിട്ട് 400 രൂപയും കൊടുക്കുന്ന ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഭിന്നശേഷിക്കാർക്ക് തുല്യതാ പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു ധനസഹായ പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ട്. അതില് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അതിന് പരീക്ഷാ ഫീസ്, കോഴ്സ് ഫീസ് എന്നിവ കൊടുക്കും. അതിനു പുറമെ സാക്ഷരതാ മിഷൻ മുഖേന നടപ്പാക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വരുമാന പരിധിയും ഇല്ല. അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും പദ്ധതികളാണ് പ്രധാനമായിട്ടും സഹായം കൊടുക്കുന്ന പദ്ധതിയായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ ഇത്രയാണ് മനസ്സിലാക്കിയത്. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും കുട്ടിക്ക് ഈ സംവരണത്തിന് അർഹതയുണ്ടെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടു എന്ന് കാണുമ്പോഴാണ് അവർ കമ്മീഷണറേറ്റിനെ സമീപിക്കേണ്ടത്. അപ്പം ഇവിടെ വരുന്ന പരാതികളിൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും കാര്യമില്ലാത്ത പരാതിയായിട്ട് വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു പരാതി വരുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കാര്യങ്ങളും ഒന്ന് ഗ്രഹിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം പരാതി അയക്കാൻ ഒന്നുകൂടെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന പരാതിയിൽ എന്തെങ്കിലും ഗൗരവമുള്ള കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അവകാശം സംരക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമവും കമ്മീഷണറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഉറപ്പ് പറയുകയാണ്. ബഹുമാനപ്പെട്ട ബൈജുനാഥ് സർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാണ്. അപ്പം മനുഷ്യാവകാശ സംബന്ധമായിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ഭിന്നശേഷി വ്യക്തികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനായിട്ട് ഏതെല്ലാം രീതിയിലാണ് അതിലൊരു ഇടപെടലുകൾ സാധിക്കുക എന്ന് ബഹുമാനപ്പെട്ട ബൈജുനാഥ് സർ ഒന്ന് സംസാരിക്കാം. നല്ല സന്തോഷം എല്ലാവരും കണ്ടതിൽ. പ്രഗത്ഭരായ ആളുകളെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ എന്നുള്ള നിലക്ക് മനുഷ്യാവകാശം എന്നത് മനുഷ്യൻ ജന്മം കൊണ്ട്, അത് ഡിസേബിൾഡ് ആണെങ്കിലും അല്ലെങ്കിലും കുട്ടികളായാലും സ്ത്രീകളായാലും ഒക്കെ മനുഷ്യൻ എന്ന സ്പീഷീസിൽ വരുന്ന ആളുകളാണ്, വരുന്നൊരു വിഭാഗമാണ്. അപ്പൊ ജന്മം കൊണ്ട് പൂർണ്ണമായും മനുഷ്യനായിരിക്കാൻ ചില ആവശ്യങ്ങൾ, അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് ശരിക്കും ബേസിക് ആയിട്ട് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ വ്യക്തികൾക്കും അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ആധാരമായ അവകാശങ്ങൾ, ഇതിനാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അത് ആരായാലും, ഡിസേബിൾഡ് ആയാലും അല്ലെങ്കിലും ഓരോ മനുഷ്യനും മനുഷ്യനായി ജീവിക്കുക, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സുരക്ഷിതത്വം, ബഹുമാനം എന്നിവയോടുകൂടി ജീവിക്കാനുള്ള അവകാശങ്ങളെയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 സെക്ഷൻ 2D ആണ് ഹ്യൂമൻ റൈറ്റ് എന്താണെന്ന് നിർവചിക്കുന്നത്. അതിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ് മീൻസ് റൈറ്റ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഗ്യാരണ്ടീഡ് ബൈ ദ Constitution or embodied in the international covenants and enforceable by courts in India. അപ്പൊ ഏത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഏത് തരത്തിലുള്ള അവകാശ നിഷേധവും, അതായത് പൂർണ്ണമായി വളർന്നു വികസിക്കാനുള്ള അവസരങ്ങൾ ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടുമ്പോഴൊക്കെ മനുഷ്യാവകാശ ലംഘനമായി വരും. അപ്പൊ ആ തരത്തിലുള്ള ഏത് മനുഷ്യാവകാശ ലംഘനം ഉണ്ടെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാനുള്ള പവർ, അധികാരം ഈ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമുണ്ട്. അപ്പം അതിൽ മനുഷ്യാവകാശ കമ്മീഷന് ചെയ്യാവുന്നത് സോമോട്ടോ കേസുകൾ എടുക്കാം, പരാതികൾ വന്നാൽ കേസുകൾ എടുക്കാം. അത് ഏതാണ്ട് ഒരു 10-100ഓളം മേഖലകളിൽ, വിവിധ മേഖലകളിൽ കേസുകൾ എടുക്കാനുള്ള അധികാരം ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് കേരള റൂൾസിൽ പറയുന്നുണ്ട്. ഒരുപാട് നീതി നിഷേധങ്ങളെ കുറിച്ചുള്ള പരാതികൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളാണ് എൻ്റെ നോർത്തേൺ സോണിലാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. എല്ലാ ജില്ലകളിലും ഏതാണ്ട് 600-700-800 കേസുകളുണ്ട്. അതിലൊരുപാട് കേസുകൾ ഇതേപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആളുകളുടെ പരാതികളുണ്ട്.
അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന്. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട, മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട പബ്ലിക് സർവൻസ് അത് നിഷേധിക്കുന്നുവെങ്കിൽ അവിടെ ഇടപെടാം എന്നാണ്. അപ്പൊ അത് ആരാണെങ്കിലും, ഇപ്പൊ DGP മുതൽ താഴെ പോലീസ് കോൺസ്റ്റബിൾ വരെ, അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി മുതൽ ഇന്ന് താഴെ പിയൂൺ വരെയുള്ള എല്ലാ പബ്ലിക് സർവൻസും അവരിൽ നിന്നുണ്ടാകുന്ന നീതി നിഷേധങ്ങൾ, മനുഷ്യന് ഉണ്ടാകുന്ന അവകാശ നിഷേധങ്ങളിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് ഇപ്പം നിലവിലുള്ള നിയമങ്ങൾക്കുള്ള പോരായ്മ, അപര്യാപ്തതകൾ, അതുപോലെ കുറച്ചും കൂടെ മനുഷ്യാവകാശ അവയർനെസ്, ഇതൊക്കെ നടത്താനുള്ള ഈ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉള്ള നിയമങ്ങൾക്കുള്ള അപര്യാപ്തതകൾ, ഒന്നും കൂടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ചില നിർദ്ദേശങ്ങൾ കൂടെ വേണം എന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടാനുള്ളതാണ്. അത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷന് പരാതി സമർപ്പിക്കാവുന്നതാണ്. ആ പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും റിപ്പോർട്ട് വാങ്ങുകയും അവർക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നതുമാണ്. അപ്പൊ തീർച്ചയായും എന്തെങ്കിലും തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ, കാരണം ഒരു കാരണവശാൽ തൻ്റെതായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തനിക്ക് മനുഷ്യനായി മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ വളരാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സാധാരണ ഒരു അധികാരമില്ലെങ്കിലും ഒരു മനുഷ്യനെന്നുള്ള നിലക്ക് നമുക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും എന്ത് സഹായവും ഉണ്ടാവും. അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം ഏതെങ്കിലും അധികാര ഭാഗത്തു നിന്നോ അതല്ല ഏതെങ്കിലും ഭാഗത്തു നിന്നോ ഉണ്ടായാൽ തീർച്ചയായും ധൈര്യമായി എന്നെ വിളിക്കാം. വാട്സപ്പ് അയച്ചാൽ പോലും പരാതിയാവും. അങ്ങനെ അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. സർ, ഇപ്പോൾ വളരെ ജെനുവിനായ ഇത്തരം എന്തെങ്കിലും ഒരു കൺസേൺ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു പ്രൊസീജിയർ എങ്ങനെയായിട്ടാണ് സർ? ഇപ്പൊ സാർ പറഞ്ഞു വാട്സാപ്പിൽ അയച്ചാൽ പോലും സാർ അത് പരാതിയായിട്ട് സ്വീകരിച്ചുകൊള്ളെന്ന് പറഞ്ഞു, എങ്കിലും സാധാരണ രീതിയിൽ അതിനൊരു പ്രൊസീജിയറിൽ ഇത് എങ്ങനെയാണ് സർ? പ്രൊസീജിയറിൽ പിന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ സെന്റർ ട്രിവാൻഡ്രത്താണ്. ഏത് പരാതിയാണെങ്കിലും നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് നമ്പർ ഇടും. അപ്പൊ അതിൽ സ്വീകരിക്കാൻ പറ്റാത്ത പരാതികളുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും കോടതിയിൽ പെൻഡിങ് ഉള്ളതായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള. പിന്നെ അതെല്ലാം അതിൽ ഈ പരിധിയിൽ വരാത്ത അതൊക്കെ ഈ ആക്ടിൽ പറയുന്നുണ്ട് ഏതൊക്കെ പരാതികളാണ് നമുക്ക് പറ്റുന്നത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കേണ്ടത്. അപ്പൊ ആ പരാതികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അടുത്ത് വരും. അതായത് ഓരോ സെന്ററിലേക്ക് പോകുന്ന ആളുകളുടെ അടുത്തേക്ക് പോകും. അപ്പൊ എല്ലാ ജില്ലക്കും നമുക്ക് ആ കേസുകളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു രജിസ്ട്രാർ ഉണ്ട്. ലോ ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. പിന്നെ അതേപോലെ തന്നെ ഓരോ ജില്ലക്കും ഒരു ബെഞ്ച്, നമ്മുടെ കോടതിയിലൊക്കെ പോയി ബെഞ്ച് നിർത്തുന്നൊക്കെ പറയുന്ന പോലെ കോടതിയിൽ ബെഞ്ച് നിർത്തുന്നൊക്കെ പറഞ്ഞ പോലെ ആ ബെഞ്ച് കാര്യങ്ങൾ അതാത് ജില്ലയുടെ എല്ലാ ജില്ലക്കും ഉണ്ട്. ഫയൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം, ബെഞ്ച് ക്ലർക്ക്, ബെഞ്ച് ജസ്റ്റിന് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ജില്ലക്കും 14 ജില്ലക്കും ഉണ്ട്. അപ്പൊ അവര് അതിന് നമ്മൾ ഓർഡർ വാങ്ങും, ഉത്തരവ് വാങ്ങും, എന്താണോ ചെയ്യേണ്ടത്. ഇപ്പം നിഷേധിക്കപ്പെടുന്ന കലക്ടർ മിക്കവാറും ഓരോ ജില്ലകളിലൊക്കെയാണ് ജില്ലാ കളക്ടറോടോ അല്ലെങ്കിൽ പോലീസ് ചീഫിനോടോ ഒക്കെ റിപ്പോർട്ട് നമ്മൾ കോൾ ഫോർ ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നോട്ടീസ് പോയി അത് റിപ്പോർട്ട് വരുന്നവർക്ക് നമ്മൾ കേസുകൾ അതായത് ജില്ലയിൽ പോസ്റ്റ് ചെയ്യും. മിക്കവാറും നമ്മൾ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ 3 മാസം, ഞാൻ ഈ മാർച്ചിലാണ് ജോയിൻ ചെയ്തത്, അതിനുശേഷം മിക്കവാറും ഒരുവിധം ഒട്ടുമിക്ക പരാതികളും നമ്മൾ നോട്ടീസ് അയക്കുമ്പോഴേക്ക് തന്നെ അടുത്ത റിപ്പോർട്ട് വരുമ്പോഴേക്ക് അത് ഇഷ്യൂ സെറ്റിൽ ആക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഈവൻ ലീഗൽ സർവീസ് അതോറിറ്റിക്കും ഉണ്ടാവും അങ്ങനത്തെ അനുഭവങ്ങൾ. നമ്മൾ നോട്ടീസ് അയക്കുമ്പോഴേക്കും തന്നെ ഒരുവിധം സെറ്റിലായി പോകും ചെറിയ ചെറിയ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ അത് സിറ്റിംഗ് നമ്മൾ വെക്കും. ആ സിറ്റിങ്ങിൽ വേണമെങ്കിൽ നമ്മൾ അവരെ വിളിപ്പിക്കും.
വിളിപ്പിച്ച് വേണമെങ്കിൽ എവിഡൻസ് എടുക്കാം. സിവിൽ കോടതിയുടെ എവിഡൻസ് എടുക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പിന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ എൻക്വയറി ഒക്കെ നടത്തി നമ്മളൊരു ഉത്തരവ് പുറപ്പെടുവിക്കും. നഷ്ടപരിഹാരം കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള അതാണ് അതിന്റെ പ്രൊസീജിയർ. പൊതുവെ ഈ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒക്കെ നമ്മൾ ഈ പരാതികളുടെ റിമാർക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട് കോൾഫർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് താഴെ പെട്ടെന്ന് അതിന്റെ എഫക്ട് ഉണ്ടാവുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. സാധാരണ പോലെ പറഞ്ഞവരെ പെൻഷൻ കിട്ടാത്ത, അതേപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത, അർഹരായ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എളുപ്പത്തിൽ നടക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ 30 കൊല്ലത്തോളം ജഡ്ജായിട്ട് നടക്കാത്ത കാര്യം 3 മാസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു തോന്നൽ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയല്ല, അതിന്റെ എൻഡിലെത്താൻ പറ്റും. മറ്റേ നമുക്ക് അതിന്റെ പ്രൊസീജിയർ ഇതുണ്ടല്ലോ. നിസാറിന് അറിയാം, ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അതേപോലെയാണ്. നമുക്ക് കോടതിയിൽ പോയിട്ട് എടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ അവകാശങ്ങൾ മറ്റുള്ള തീർച്ചയല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്ത പല കുറെ കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ HRC കേരള tvm@gmail.com, അതാണ് HRC കേരള tvm@gmail.com എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുന്ന് രജിസ്റ്റർ ചെയ്ത് നമ്പർ നിങ്ങൾ അറിയിക്കും. അതാണ് നിങ്ങളുടെ കേസിന്റെ നമ്പർ എന്ന് പറയുന്നത്. പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. ഇതാണ് അതിന്റെ ഫോർമാലിറ്റി. ഇനി അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോ എനിക്കാണ് തരുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് ഓർഡർ ഇട്ട് നമ്മൾ കൊടുക്കുക. എനിക്ക് ക്യാമ്പ് ഓഫീസ് എന്റെ വീട്ടിലുണ്ട് കോഴിക്കോട്. എന്റെ വീട് തന്നെയാണ് ക്യാമ്പ് ഓഫീസ്. ഇവിടെ എനിക്ക് PS-ഉം സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ എനിക്ക് നേരിട്ട് അയച്ചാലും ഞാൻ ഇവിടുന്ന് ഓർഡർ എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് പിന്നെ അവിടുന്ന് അതിന്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തോളൂ. പിന്നെ ഞാൻ സിറ്റിംഗ് നടക്കുന്ന എല്ലാ ജില്ലയിലും സിറ്റിംഗ് ഉണ്ടാവും. സിറ്റിംഗ് നടക്കുന്ന സമയം നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട് നോട്ടീസ്, ന്യൂസ് പേപ്പറിലൂടെ, റേഡിയോയിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നേരിട്ട് വന്നിട്ടും പരാതി കൊടുക്കാം. താങ്ക് യു സർ. അപ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ നമ്മൾ ഇത്തരം ഒരു സിറ്റിംഗ് വെക്കാൻ, ഈ ഒരു സെഷൻസ് വെക്കാൻ തന്നെയുള്ള കാരണം നമ്മൾ പറയുന്ന പോലെ ഏറ്റവും പാർശ്വവൽകൃതരായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഭിന്നശേഷി വ്യക്തികൾ. പലപ്പോഴും അവരുടെ റൈറ്റ്സിനെ കുറിച്ചും പ്രിവിലേജസിനെ കുറിച്ചും ഒന്നും ധാരണ ഇല്ലെങ്കിൽ എങ്ങനെ ഇത്തരം ഉന്നത. അത് മാത്രമല്ല, ഈ ഡിസേബിൾഡ് ആളുകൾക്ക് പിന്നെ ഒരു ധാരണ ഈ ഡിസബിലിറ്റി ആ നിയമപ്രകാരമുള്ള അവകാശങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതല്ല. സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന എല്ലാ അവകാശങ്ങൾക്കും അവർക്ക് അർഹരാണ്. മനസ്സിലായോ? ഇതുപോലെ ഇതിൽ മാത്രമല്ല, ബാക്കിയുള്ള ഒരു ജനറൽ അവകാശങ്ങളൊക്കെ അവർക്ക് തുല്യമായിട്ട് കിട്ടേണ്ടതാണ്. അതിലുപരിയായിട്ടാണ് അവരെ ഉള്ള ഈ ആനുകൂല്യങ്ങൾ. അതിന്റെ മെയിൻ ഉദ്ദേശം അവർക്ക് പൂർണ്ണമായും വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മനുഷ്യനായിട്ട് സമഗ്രമായിട്ട് മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടണം. അത് കിട്ടാനുള്ള ഒരു കാരണം, പിന്നെ അത് കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം അവരുടെ ഡിസബിലിറ്റി ഒരു കാരണമാവരുത് എന്നുള്ളത് തന്നെയാണല്ലോ ആ നിയമങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അവരത് മറന്നു പോണ്ട. ബേസിക് ആയിട്ട് എന്തായാലും നമ്മളുണ്ട് ഇവിടെ മനുഷ്യാവകാശം. താങ്ക് യു സോ മച്ച് സർ. വളരെ ഇൻസൈറ്റ്ഫുൾ ഡിസ്കോഴ്സ് ആണ്. കാരണം ഇതൊക്കെ അറിവുകൾ ഒരു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് പലതും പുതുതായിട്ടാണ് പല അറിവുകളും വരുന്നത്. അതുപോലെ തന്നെ ശരിക്കും ഏറ്റവും പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്കുള്ള ഒരു വലിയ അത്താണിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്, വലിയ സാധ്യതകളുള്ള ജുഡീഷ്യറിയുടെ തന്നെ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. അതിന്റെ കേരള സ്റ്റേറ്റിന്റെ പൂർണ്ണ ചുമതലയുള്ള നിസാർ അഹമ്മദ് സാർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ. അപ്പം ബഹുമാനപ്പെട്ട നിസാർ അഹമ്മദ് സാർ അതേക്കുറിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന ലഭ്യമാകാവുന്ന അനന്തമായ സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം നമുക്കൊരു ഉൾക്കാഴ്ച തരും. ബഹുമാനപ്പെട്ട സാർ. പ്രിയപ്പെട്ട പഞ്ചാബ് സാർ, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷൻ, ബൈജു സാർ, മെമ്പർ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, എൻ്റെ സുഹൃത്ത് ആറും ബൈജു. അതുപോലെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നില്ല, സീനിയേഴ്സ് ആ രീതി പറയുന്നില്ല. സുഹൃത്ത് ആറും ബൈജു, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ റോഷ്ലി, ശിവകുമാർ, മറ്റ് പരിപാടി ബൈജു ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് 2 ആഴ്ച മുമ്പ് പറഞ്ഞു. ചോദ്യോത്തരം ആണ് പറഞ്ഞത്. ഞാൻ ബൈജുവിനോട് പറഞ്ഞ കാര്യവും പല ചോദ്യങ്ങളും താങ്കളുടെ ഉത്തരം പറയുന്നു. അപ്പൊ ബൈജു പറഞ്ഞ ചോദ്യം ആദ്യം ചോദ്യം കേട്ട് ജസ്റ്റ് എന്നാലും കുഴപ്പമില്ല. മാൻലി
സർവീസ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പരിപാടി ഈ പങ്കെടുക്കുന്ന പറയുകയാണ് നമ്മുടെ ഭരണഘടനയിലെ 39 ഏതൊരു വ്യക്തിക്കും നമ്മുടെ രാജ്യത്തെ ഏതൊരു വ്യക്തിയും സാമ്പത്തികമായോ അല്ലാതെയുള്ള ഏതെങ്കിലും നീതി തടസ്സമായിട്ടില്ല എന്ന് അങ്ങനെ എല്ലാവർക്കും ലഭ്യമാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണ സ്കീമുകളോ ഉണ്ടാകുന്നതിൽ സർക്കാർ ഭരണഘടനാ പ്രകാരം ബാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1987 ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് കൊണ്ടുവന്ന് ലീഗൽ സർവീസ് അതോറിറ്റീസ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കെൽസ. ഈ പറഞ്ഞ ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും ജനറലായിട്ട് പറയുകയാണ്. ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പഞ്ചാബ് ഹരിശ്ചന്ദ്ര പറഞ്ഞതുപോലെ സർക്കാർ ധനസഹായ പദ്ധതികൾ എന്ന് പറഞ്ഞ സർക്കാരിന്റെ എല്ലാ സ്കീമും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബുക്ക് സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ എല്ലാ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് ഓഫീസറും ഇത് ലഭ്യമാണ്. അത് എന്തിനാണ് അവിടെ എത്തിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഡിസബിലിറ്റി ഒരാൾക്ക് നീതി തടസ്സമാവാൻ പാടില്ല. അത് ഫിസിക്കൽ ഡിസബിലിറ്റി ആവട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ജിയോഗ്രഫിക്കൽ ഡിസബിലിറ്റി ആവട്ടെ, സാമുദായികപരമായ ഡിസബിലിറ്റി ആവട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ആയാലും. ഞാൻ എടുത്തു പറയാൻ കാരണം ജിയോഗ്രഫിക്കൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ പറയാൻ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചില ഏരിയകൾ അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത കാരണം അവർക്ക് ഈ അവരുടേതായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ അഭിഭാഷകരോ ബന്ധപ്പെടാനുള്ള ഇനാക്സസ്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വയനാട് തിരുനെല്ലിയിലെ ട്രൈബ്സിനെ പറ്റി പറയാം, അല്ലെ ഇടുക്കിയിലെ കാന്തല്ലൂരോ വട്ടവടയിലെ ഇരിക്കുന്ന ട്രൈബ്സിനെ കുറിച്ച്, അതുപോലെ അട്ടപ്പാടിയിലെ ട്രൈബ്സിനെ കുറിച്ച്. ഇവർ ജിയോഗ്രഫിക്കൽ ബാരിയർ അവർക്കൊന്നും ഹൈക്കോടതിയിൽ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതൊരു ബിയോണ്ട് ദർ ഡ്രീംസ് ആണ്. അപ്പൊ അവിടെയൊക്കെയാണ്. അപ്പൊ ഈ സാമ്പത്തിക പരാധീന മാത്രമല്ല, ഫിസിക്കൽ ഡിസബിലിറ്റി അല്ല, ഇത് മാത്രമല്ല ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ആണ് ഇത് കവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 12 പ്രകാരം ഈ പറഞ്ഞ ആളുകൾക്ക് സൗജന്യ നിയമസഹായത്തിന് അർഹതയില്ല. ഡിസബിലിറ്റീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാവർക്കും സൗജന്യ നിയമസഹായത്തിന്റെ അർഹതയില്ല. അപ്പൊ ഞങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റിന്റെ മെയിൻ പ്രവൃത്തി സാറും അതുപോലെ തന്നെ പറയുന്നുണ്ട്, അവകാശം പറയുന്നുണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നീതി നിഷേധമായാലും ഏത് വ്യക്തിയുടെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പഞ്ചാബ് സർക്കാർ സ്കീമിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും സ്കീമിൽ അപ്ലൈ ചെയ്ത് അത് നിയമവിധേയമല്ലാതെ നിയമവിരുദ്ധമായി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഇടപെടാൻ പറ്റും. അത് ഏത് തരത്തിലുള്ള പ്രശ്നം, നിയമപരമായിട്ടുള്ളത് മാത്രമല്ല, അതിപ്പോ കോടതി പോവുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ കോടതി വഴി നേരിട്ട് എടുക്കേണ്ടത് അതും പെടും. ഏത് തരത്തിലുള്ള സഹായമായ ഈ പറഞ്ഞ അവകാശ നിഷേധങ്ങളായാലും അവിടെ ഇടപെട്ട് വൈദ്യനാഥ് സാർ പറഞ്ഞു, അത് നോട്ടീസ് അയക്കുമ്പോൾ തന്നെ പലതും സോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് പരാതി കിട്ടി നോട്ടീസ് ആയാലും സോൾവ് ആവും. ഇല്ലെങ്കിൽ നമ്മൾ അദാലത്തിൽ പരിഗണിച്ച് ആദ്യം അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എല്ലാ കേസുകളിലും അതുപോലെ അദാലത്തിൽ വെച്ച് ഈ പരിഹാരം കാണാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് നിയമ നടപടിയിലേക്ക് പോകേണ്ടത്, അത് കോടതിയിലേക്ക് പോകേണ്ടത്. അതിനാവശ്യമായ സൗജന്യ നിയമസഹായം കൊടുക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി ബാധ്യസ്ഥ. നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവതാര്യമല്ല ഇത്. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ബാധ്യതയാണ് നിങ്ങൾക്ക് സൗജന്യ നിയമസഹായം തരിക എന്നത്. നിങ്ങളുടെ എന്താണ്, ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന അവതാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ഏത് തരത്തിലുള്ള നീതി നിഷേധമായിരുന്നാലും ബൈജു സാറ് നമുക്കൊക്കെ അറിയാം, CRCയുടെ ഒരു എന്താണ് പറയാ, നമ്മുടെ ഒരു മെന്ററാണ്, നമ്മുടെ ഒരു ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് CRC ആണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് മുഴുവൻ ഒരു ഫാദർ ഫിഗറായി നിൽക്കുന്ന വ്യക്തിത്വമാണ്. ജില്ലാ ജഡ്ജി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് ലീഗൽ ഇൻസൈറ്റ്സ് നമുക്ക് തരും. ഒപ്പം തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ദീർഘകാലം കോഴിക്കോട് മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഭിന്നശേഷി ജനസമൂഹത്തിന് വേണ്ടിയിട്ട്
എന്തെല്ലാമാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ എന്നുള്ളത് ബൈജു സാർ നമുക്കൊരു ഓവർവ്യൂ ഒന്ന് നൽകും ഇപ്പോൾ.